ഹലോ, ഞാൻ ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഈ വീട്ടിലെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ മക്കളുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കലാണ്. ഇതെല്ലാം കഷ്ടപ്പെട്ട് റെഡിയാക്കുന്നത് മാത്രം പോരെ, ഇതുങ്ങളെ തീറ്റിക്കുക എന്നുള്ളത് അതിലും വലിയൊരു ടാസ്ക്കാണ്. മൂന്നാളും എൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ എങ്ങനെ ആഹാരം കഴിക്കാതെ സ്കൂളിൽ പോകുന്ന റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടുപേര് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ സമയം പോയമ്മേ കഴിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പിന്നെ അവളെ വിളിച്ചിരുത്തി ആഹാരം വാരി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്, അവരുടെയൊക്കെ തലമുടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അമ്പിമോള് പിന്നെ തനിയെ തലമുടി കെട്ടിക്കോളും, അവൾക്ക് റിബൺ കെട്ടിക്കൊടുത്താൽ മതി. ആ റിബൺ കെട്ടുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഡാൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമയം അവൾക്ക് അടങ്ങി നിൽക്കാൻ പറ്റില്ല, കാലിൽ സ്പ്രിങ്ങുമായിട്ട് ജനിച്ച ഒരു കുട്ടിയാണ് അവൾ. പിന്നെ അമ്പുലാവ് വന്നു, അവിടെയും തലമുടിയെല്ലാം കെട്ടിക്കൊടുത്തു. പിന്നെ മൂന്നാളെയും ഒരു പരുവെല്ലാം റെഡിയാക്കി നിർത്തി. പിന്നെ എനിക്ക് വിശന്ന് പോയി, ഞാനും ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സ്കൂൾ ബസ് വന്നു, അങ്ങനെ അവരെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു. ഇങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കേശുക്കുട്ടൻ വന്ന് നിൽപ്പുണ്ട്. അവനെ അംഗൻവാടി കൊണ്ടുവന്ന് വിടണം. അപ്പം ഞാൻ അവനുമായിട്ട് പതുക്കെ അംഗൻവാടി പോകാനായിട്ട് ഇറങ്ങി. കുറച്ച് ദൂരം ഞാൻ അവനെ എടുത്തുകൊണ്ട് നടന്നു കേട്ടോ. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കിതിനെ എടുക്കാൻ വയ്യ, നീ നടന്നു വരണം, എൻ്റെ കൈ കഴിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് അംഗൻവാടിയിലോട്ട് പോവാണ്. അപ്പോൾ ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ.